എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു കേട്ടോ. അപ്പം നമ്മളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ ഉച്ചയൂണിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്നും നമ്മൾ വന്നിട്ടുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ടേക്കണേ. അപ്പം നേണ്ട രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഞാൻ കുളിച്ച് ഇന്നൊരു ഉഷാറുള്ള ദിവസമായിരുന്നുകൊണ്ട് രാവിലെ ഞാൻ കുളിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേന് ദേണ്ട കുളിച്ചിട്ടുണ്ട്. കുളിച്ചതിന് ശേഷം വിളക്ക് കത്തിച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ചു. അതിന് ശേഷം പിന്നെ ദേണ്ട നമ്മൾ അടുക്കളയിൽ ഞാൻ എഴുന്നേറ്റ് രാവിലെ കുറച്ച് ജോലികളൊക്കെ ചെയ്തതിന് ശേഷം തന്നെയാണ് കുളിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യമുള്ള പണികളൊക്കെ ഒന്ന് ചെയ്ത് വെക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് കഞ്ഞിയൊക്കെ ഒന്ന് തിളപ്പിച്ച് ഊറ്റി അതുപോലെ തന്നെ ഏതാണ്ട് നമ്മൾ ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ടൊക്കെയാണ് പോയി കുളിച്ചിട്ട് വന്നത്. അതിനുള്ള തേങ്ങയൊക്കെ തലേദിവസേ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചെയ്തു. പിന്നെ അതിന് ശേഷം മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു, അതിനുള്ളതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പൊതുവേ ചൂട് കൂടുതലായതുകൊണ്ട് രാവിലെ കുളിക്കുന്ന കാര്യം അങ്ങനെ പരിഗണിക്കാറില്ല. കാരണം ഉച്ച കഴിയുമ്പോഴത്തേനും കുളിക്കുവാണെങ്കിൽ സാധാരണ മീനൊക്കെ വെട്ടാണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുളിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. വിളക്കൊക്കെ കത്തിക്കേണ്ടതുകൊണ്ട് ആ സമയത്തേക്ക് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ചെയ്യാറ്. ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതേണ്ട ഞാൻ പരിപ്പും മത്തങ്ങായും വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് പരിപ്പും മത്തങ്ങായും വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് ഇവിടെ മത്തങ്ങ എങ്ങനെ വെച്ചാലും ഇവിടെ ചേട്ടന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പരിപ്പും മത്തങ്ങായും കൂടെ എരിശ്ശേരി പോലെ വെക്കാമെന്ന് വിചാരിച്ചാണ് അതൊന്ന് വേവിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ അതിനുള്ള തേങ്ങയൊക്കെ ഞാൻ നേരത്തെ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് കുളിക്കാൻ പോയത്. പിന്നെ നമുക്കൊരു പപ്പടവും വറുത്തും മുട്ടയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ബീട്രൂട്ട് തോരനും ഉണ്ടല്ലോ, അപ്പോൾ എല്ലാം ഓക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പലഹാരമൊന്നും ഉണ്ടാക്കാത്ത ദിവസമാണ്, ഉണ്ടാക്കുന്നില്ല. ചില ദിവസങ്ങളിലൊക്കെ മാത്രമേ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവനും ഞാനും മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളൂ. പൊതുവേ രാവിലെ എന്തെങ്കിലും പലഹാരങ്ങൾ ചേട്ടന് കഞ്ഞി മതി, പഴയ കഞ്ഞി, തലേദിവസത്തെ കഞ്ഞി ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടാൽ മതി, അത് കഴിച്ചോളും. പിന്നെ അതുകൊണ്ട് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നില്ല. ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ മതി. അതൊക്കെ കഴിച്ചൊക്കെ രാവിലെ അങ്ങ് പോകും. അല്ലെങ്കിൽ പഴം ഉണ്ടെങ്കിൽ പഴം കഴിക്കും. അങ്ങനെയൊക്കെയാണ് ചില ദിവസത്തെ രാവിലെ ഉള്ള പരിപാടികൾ. ചായയും കുടിക്കും. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഉണ്ടാക്കുന്ന ദിവസം പണി കുറച്ച് കൂടുതലുള്ള ദിവസമാണ്. കാരണം കറി ഉണ്ടാക്കണം, ചോറും ഉണ്ടാക്കണം, അതിൻ്റെ കൂടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും അതിനുള്ള കറിയും കൂടി ആകുമ്പോഴത്തേന് ഓവർലോഡാണ് പണി. അത് കാരണം പിന്നെ ഇങ്ങനെയൊക്കെയാണ് ചില ദിവസങ്ങൾ പോകുന്നത്. ഇഡലിയും ദോശയൊക്കെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, സാമ്പാർ ഒറ്റ കറി ഉണ്ടാക്കിയ ചോറിനും ആകും. അല്ലാതെ കടലയോ മുട്ടയൊക്കെ ആകുമ്പം നമ്മൾ ചോറിന് പ്രത്യേകം കറിയൊക്കെ ഉണ്ടാക്കണ്ടേ. അതിനിടയ്ക്ക് വേണ്ട ഉപ്പൊക്കെ നോക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേണ്ട നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ നോക്കി ഇപ്പോൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ കറി ഒന്ന് തിളച്ച് വരണം. തിളച്ചതിന് ശേഷം വേണം നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാനായിട്ട്. അരപ്പിൻ്റെയൊക്കെ പച്ചച്ചവയൊന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴത്തേന് രാഹുലിന് നമ്മളുടെ പരിപ്പ് കറിയൊക്കെ ഇഷ്ടമാണ്. പരിപ്പും മത്തങ്ങ, ഇങ്ങനെ പരിപ്പ് മത്തങ്ങ എരിശ്ശേരി അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ പപ്പടവും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ കടുക് വറക്കാനായിട്ട് വേണ്ട ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കടുക് താളിച്ചതിന് ശേഷം ഈ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് പപ്പടവും കൂടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ടുള്ള പാത്രമാണ് ഇപ്പം വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് കടുക് താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് വേണ്ട നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മുടെ കടുകും ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് 3-4 ഉലുവയും കടുകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഇട്ട് കൊടുത്തായിരുന്നു, അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല എന്നുള്ളതേ ഉള്ളേ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് മൂത്ത് വരുമ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് പപ്പടവും കൂടി ഒന്ന് വറുത്തെടുക്കാം.
അതിനുശേഷം തന്നെ തോരനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പപ്പടം വറുക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ തോരനും കൂടി ഒന്ന് റെഡിയാക്കി മുട്ടയും കൂടെ പൊരിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മളുടെ ലഞ്ചിനുള്ള കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് അവർക്ക് ഫുഡ് ഒക്കെ എടുത്തൊന്ന് വെക്കണം. ചോറ് കൊണ്ടുപോകാനുള്ളത് എടുത്ത് വെക്കണം. പിന്നെന്താണ് അവർക്ക് കഴിക്കാനുള്ളത് എടുത്ത് വെക്കണം. അത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ അത്യാവശ്യം ജോലികൾ. പിന്നെ നമുക്ക് തൂത്തുവാരാനോ അല്ലെങ്കിൽ പാത്രം കഴുകാനോ ഒക്കെ ഉള്ളത് സാവധാനം നമുക്ക് ചെയ്തെടുത്താൽ മതിയല്ലോ. തൂത്തുവാരുക, തുണി വാഷിംഗ് മെഷീനിലുള്ള അതൊക്കെ പതുക്കെ ചെയ്തെടുത്താൽ മതി. ഇത്രയും കാര്യങ്ങൾ എനിക്ക് രാവിലെ ധൃതി വെച്ചുള്ള പണികൾ ഇത്രയും കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സാവധാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ബാക്കിയുള്ളതൊക്കെ പിന്നെ വൈകുന്നേരമല്ലേ അവർ വരത്തുള്ളൂ. ആ സമയത്തേക്ക് നമുക്ക് ബാക്കി എന്തെങ്കിലും കാപ്പിക്ക് എല്ലാ ദിവസവും ഒന്നും ഉണ്ടാക്കാറില്ല, ചില ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പം അതേപോലെ നമ്മളുടെ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഞാൻ പപ്പടം വറുത്തെടുക്കുന്നത് സാധാരണയായിട്ട്. സൺഫ്ലവറിൻ്റെ ഓയിലിനകത്തല്ല വറുത്തെടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കകത്താകുമ്പോൾ എനിക്ക് പപ്പടം വറുക്കുന്നത് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ തോന്നുന്നത് സൺഫ്ലവറിനേക്കാളും. പിന്നെ ഏത് എണ്ണ ഉപയോഗിച്ചാലും കണക്കാണെന്നാണ് പറഞ്ഞത്. വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു സൺഫ്ലവർ ഓയിലിനേക്കാളും. ഇവിടെയൊക്കെ ഓഫറിന് കിട്ടും സൺഫ്ലവർ ഓയിലൊക്കെ അത്രയ്ക്കൊന്നും നല്ല ഓയിലൊന്നും അല്ലെന്ന് തോന്നുന്നു. നല്ല വിലക്കൂടുതലുള്ളത് മേടിച്ചാൽ പിന്നെയും ക്വാളിറ്റി ഉള്ളത് മേടിക്കുവാണെങ്കിൽ പ്രയോജനമുണ്ട്. പക്ഷേ ഞാൻ സാധാരണ എല്ലാ കറികൾക്കും വറക്കാനും ഒക്കെ സാധാരണയായിട്ട് ഞാൻ നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ അത്യാവശ്യം വല്ല വെളിച്ചെണ്ണ ഇല്ലാതിരിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ വറക്കാനൊക്കെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാറുള്ളൂ, ചിക്കനൊക്കെ ആണെങ്കിലും. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളും അതുപോലെ തന്നെ പാചകങ്ങളും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇതുപോലുള്ള വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.